ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന പനാമ എന്ന രാജ്യത്തിലെ കുറച്ച് നാണയങ്ങളാണ്. അപ്പോൾ പനാമ എന്ന രാജ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കളക്ഷൻ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ആ ഒരു രാജ്യത്തിലെ നാണയമായാലും കറൻസി ആയാലും നോട്ടുകളായാലും അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ. നോട്ടുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം ലക്ഷം രൂപയ്ക്കാണ് ആ ഒരു നോട്ടുകൾക്കൊക്കെ വാല്യൂ വരുന്നത്. അപ്പോൾ ആ ഒരു രാജ്യത്തിലെ കുറച്ച് നാണയങ്ങളൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നാണയങ്ങളാണ് പരിചയപ്പെടുത്തുമ്പോൾ നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അടുത്തടുത്തൊരു വീഡിയോയിൽ പാർട്ടായിട്ട് പരിചയപ്പെടുത്തുന്നതാണ്. എന്തെന്നാൽ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കുറച്ച് നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു രാജ്യത്തിലെ, അതായത് പനാമ എന്ന് പറയുന്ന രാജ്യത്തിലെ ആ ഒരു നാണയങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് നാണയങ്ങളാണ് പനാമ എന്ന് പറയുന്ന രാജ്യത്തിലെ നാണയം. അപ്പോൾ പനാമ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിലെ ആ ഒരു മുദ്ര, അതായത് ആ ഒരു എംബ്ലം സിമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു സിമ്പിളാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കി മനസ്സിലാവും പനാമ എന്ന രാജ്യത്തിലെ ആ ഒരു നാണയമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന ഒരുപാട് നാണയങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു നാണയങ്ങൾക്ക് ഒരുപാട് വാല്യൂ ഉള്ള, അതായത് നല്ലൊരു വാല്യൂ ഉള്ള നാണയങ്ങളാണ്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള നാണയങ്ങളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നാണയങ്ങളും. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഇതുപോലുള്ള നാണയങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പനാമയിൽ, പ്രത്യേകിച്ച് പനാമ എന്ന് പറയുന്ന രാജ്യത്തിലെ നാണയം, പനാമ എന്ന് പറയുന്ന രാജ്യത്തിലെ ആ ഒരു കറൻസിക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ തന്നെ കിട്ടാവുന്ന നല്ലൊരു റയർ കാറ്റഗറി വരുന്ന എക്സ്ട്രീംലി റയർ കാറ്റഗറി വരുന്ന നാണയമാണ്. അപ്പോൾ ഒരുപാട് നാണയങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു നാണയങ്ങളൊന്നും ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടില്ല. ഡിഫറെൻറ്റ് ടൈപ്പിലും ഡിഫറെൻറ്റ് വർഷങ്ങളിലും വരുന്ന നാണയമാണ്. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വാല്യൂലും വരുന്ന നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ തന്നെ വരുന്നുണ്ട്. അത് പല പല വർഷങ്ങളിലെ നാണയങ്ങളാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു നാണയം 1967 നാണയമാണ്. ഈ ഒരു നാണയം 1932 നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയം അത്യാവശ്യം നല്ലൊരു വാല്യൂ കിട്ടാവുന്ന നല്ലൊരു റയർ കാറ്റഗറി നാണയമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു 220 രൂപ മുതൽ, അതായത് 225 രൂപ മുതൽ, ഞാൻ ഈ നാണയം മേടിച്ചപ്പോൾ 225 രൂപയാണ് എനിക്ക് വന്നത്. 225 രൂപ മുതൽ 500 രൂപയ്ക്ക് മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ നാണയങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഒരു നാണയം അത്യാവശ്യം നല്ലൊരു സൈസുള്ള, അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള നാണയമാണ്. ഡിഫറെൻറ്റ് വർഷങ്ങളിലുള്ള നാണയമാണ്. അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് ഡിഫറെൻറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ ഇവിടെ നമുക്ക് 5 എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ തീർച്ചയായും ഞാൻ അടുത്തൊരു വീഡിയോയിൽ തന്നെ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു എൻ്റെ കളക്ഷനിൽ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് ഡിഫറെൻ്റ് ആണ്. ഈ ഒരു നാണയത്തിൽ അക്കങ്ങളായിട്ടോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല, ലെറ്റേഴ്സിലാണ് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ തുടർന്നും കാണുക. അതുപോലെ തന്നെ ഈ ഒരു നാണയം വേറൊരു നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയം ചെറിയൊരു നാണയമാണ്. പക്ഷേ ഈ ഒരു നാണയത്തിലും അക്കങ്ങളിലൂടെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ രേഖപ്പെടുത്തിയിട്ടില്ല, ലെറ്റേഴ്സിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള നാണയങ്ങൾ പനാമ എന്ന് പറയുന്ന രാജ്യത്തിലെ നാണയമൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ, അതായത് ഡിഫറെൻറ്റ് ടൈപ്പിലൊക്കെ നിങ്ങൾ കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള നാണയങ്ങൾ, പനാമ എന്ന് പറയുന്ന രാജ്യത്തിലെ നാണയങ്ങളോ കറൻസികളോ നിങ്ങളുടെ കളക്ഷനിൽ വിൽക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് പനാമ എന്ന് പറയുന്ന രാജ്യത്തിലെ നാണയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ തുടർന്നുള്ള എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.